മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം 29 മുനിസിപ്പാലിറ്റികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഏതാണ്ട് 24 മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJP സഖ്യം വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു. ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം. കോൺഗ്രസ് പതിവ് പോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല മത്സരിച്ചത്, ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അവിടെ മഹാരാഷ്ട്രയിൽ ഈ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം ശിവസേന കോൺഗ്രസിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. പക്ഷേ ഇക്കുറി ശിവസേന ഉദ്ധവ് താക്കറേക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധു, അദ്ദേഹത്തിൻ്റെ കസിൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ബാൽ താക്കറയുടെ സഹോദരൻ്റെ മകൻ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി നേരത്തെ തന്നെ ശിവസേനയോട് കലഹിച്ച് പുറത്തുപോയ രാജ് താക്കറെ കൂടി ഇക്കുറി അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് മത്സരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഒരു കാര്യവുമില്ല, ഈ പറഞ്ഞ BJP സഖ്യം, മഹായുതി സഖ്യം, അവിടെ BJP, ശിവസേന, ഏകനാഥ് ഷിൻഡെ വിഭാഗം, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ മത്സരിച്ചത്. അവർ ഏതാണ്ട് 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 24 എണ്ണവും തൂത്തുവാരി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഫലം വന്നത് ആകെ ഈ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലായിട്ട് 893 വാർഡുകളാണ് ഉള്ളത്. അതിൽ 2869 സീറ്റുകൾ ആകെ ഉണ്ട്. അതിൽ ഇതുവരെ ഫലം വന്നത് അനുസരിച്ചാണെങ്കിൽ BJP 730 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ശിവസേന, ഏകനാഥ് ഷിൻഡെ വിഭാഗം 184 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 173 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, അതായത് രാജ് താക്കറേക്കൊപ്പം മത്സരിച്ച ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 96 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച NCP, അതായത് നമുക്കറിയാം NCPയിലെ അജിത് പവാർ വിഭാഗം NCPയോട് കലഹിച്ച്, ശരത് പവാറിനോട് കലഹിച്ച് പുറത്തുപോയി BJP സഖ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇക്കുറി NCP അവിടെ ഒറ്റക്കെട്ടായി മത്സരിക്കുകയായിരുന്നു, BJPക്ക് ഒപ്പമായിരുന്നില്ല. ആ NCP ഏതാണ്ട് 90 സീറ്റുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. അതേഴ്സ്, മറ്റുള്ളവർക്ക് 131 സീറ്റുകളാണ് ലീഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. മാധ്യമങ്ങളൊക്കെ ഈ വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ വിജയമാണ് ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ അടക്കം, മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം 24 കോർപ്പറേഷനുകളിൽ, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ വലിയ രീതിയിൽ മുന്നേറാൻ BJP ശിവസേന സഖ്യത്തിന്, മഹായുതി സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം മഹാവികാസ് അഘാഡി എന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൊളിഞ്ഞുപോയി. അത് ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ചേർന്ന് ഒരുമിച്ച് മത്സരിക്കുന്നു. കോൺഗ്രസ് അവരിൽ നിന്ന് വിട്ട് വേറൊരു ഭാഗത്ത് മത്സരിക്കുന്നു. അതുപോലെ തന്നെ NCP ഈ സഖ്യങ്ങളിലെങ്ങും പെടാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ സർവേകളെല്ലാം തന്നെ BJP സഖ്യത്തിൻ്റെ വിജയം പ്രവചിച്ചിരുന്നു. എന്നാലും ഇത്രയും വലിയൊരു വിജയം BJP സഖ്യത്തിന്, മഹായുതി സഖ്യത്തിന് അവിടെ ഉണ്ടാകും എന്ന് ആരും തന്നെ കരുതിയില്ല. ഈ ബൃഹത് മുംബൈ കോർപ്പറേഷനിൽ ഏതാണ്ട് 227 സീറ്റുകളാണ് ആകെയുള്ളത്. 1995 മുതൽ അത് തുടർച്ചയായിട്ട് ശിവസേന ആണ് ഭരിച്ചു വന്നിരുന്നത്. ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിന് ആണ് അവിടെ മേൽക്കൈ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കുറി അത് പാടെ തകർന്നിരിക്കുന്നു. BJP നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം അവിടെ 119 സീറ്റുകളിൽ, കേവല ഭൂരിപക്ഷവും കടന്ന് 119 സീറ്റുകളിൽ കംഫർട്ടബിളായ മെജോറിറ്റിയോടുകൂടി മുന്നേറുകയാണ്.
അതേസമയം ഈ പറഞ്ഞതുപോലെ ശിവസേന സഖ്യത്തിന് അവിടെ, അതായത് ശിവസേന, ഉദ്ധവ് താക്കറെ, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, ഈ സഖ്യത്തിന് അവിടെ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് ആകട്ടെ പാടെ തകർന്നുപോയി. NCPക്ക് പേരിനെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ വിജയങ്ങൾ, ലീഡ് നേടാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഈ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനും ഈ മഹാവികാസ് അഘാഡി, അതായത് ശിവസേന, ഉദ്ധവ് താക്കറെ, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, രാജ് താക്കറെ, ഈ കൂട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കൂട്ടർക്ക് സംഭവിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. വോട്ട് ചോരി ആരോപിച്ച് രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലും ജനങ്ങൾ ഒരു മുന്നേറ്റവും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതുപോലെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വോട്ട് ചോരിക്ക് ഒരു ചലനവും മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അവിടെ പരമ്പരാഗത വൈരികളായിരുന്ന ആൾക്കാരൊക്കെ ഇക്കുറി മാറി മറിഞ്ഞ് ഈ പറഞ്ഞതുപോലെ മുന്നണി മാറ്റവും സഖ്യ മാറ്റവും ഒക്കെ മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ എക്കാലത്തും BJP ശിവസേന സഖ്യമായിരുന്നു മഹാരാഷ്ട്രയിൽ, പ്രത്യേകിച്ചും ബൃഹത് മുംബൈ കോർപ്പറേഷനിൽ ഒക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്നതെങ്കിൽ ഇക്കുറി അതെല്ലാം മാറി അവർ പരസ്പരം പോർവിളി നടത്തി മത്സരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതുപോലെ അവിടെ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അടക്കം ഈ ഒരു കാഴ്ച ദൃശ്യമായിരുന്നു. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം വലിയ എതിർപ്പുമായിട്ട് BJP സഖ്യത്തിൽ നിന്ന് പുറത്തു പോയതും ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിന്നതും പിന്നീട് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ചേക്കേറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ, അതായത് ഉദ്ധവ് താക്കറെ അവിടെ മുഖ്യമന്ത്രിയാവുകയും അല്പകാലം ഭരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ശിവസേന പിളർന്ന് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ MLA മാർ പുറത്തു വരികയും ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് BJP അതിന് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്ന് ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ BJP സഖ്യം ആണ് അവിടെ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി ഫട്നാവിസാണ്, ദേവേന്ദ്ര ഫട്നാവിസാണ്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന ആ സഖ്യത്തോടൊപ്പം നിൽക്കുന്നു. BJPക്ക് വലിയ രീതിയിൽ അവിടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ആ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുംബൈ, താനെ, നാഗ്പൂർ, പൂനെ തുടങ്ങിയ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലേക്കെല്ലാം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ആ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് 24 മഹായുതി, BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം കുതിച്ചു കയറിയത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ മഹാവികാസ് അഘാഡിക്ക് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് NCPയെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്ക് വലിയ ചലനമൊന്നും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ് താക്കറെ ഒരു എമർജിംഗ് ലീഡറായിട്ട് കരുതപ്പെടുന്ന ആളുമല്ല. എന്നാൽ ഇവർ പരസ്പരം വൈരം മറന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന നിലയ്ക്ക് ഒരുമിച്ച് ചേർന്ന് മത്സരിച്ചു. പക്ഷേ ഫലം നാസ്തി എന്നുള്ളതാണ്. ഒരു ചലനവും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞതുപോലെ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അടക്കം അവർക്ക് BJPയുടെ തേരോട്ടം, BJPയുടെ കുതിപ്പിന് കടിഞ്ഞാണിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായ ഫലം പുറത്തു വരുന്നത് വരെ നമുക്ക് ഈ ലീഡുകളെ ആശ്രയിക്കുകയേ തരമുള്ളൂ. പക്ഷേ ഈ നില തുടർന്നാൽ ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ മുഴുവൻ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP വലിയ രീതിയിൽ വിജയിച്ച് കയറും എന്നുള്ളത് തീർച്ചയാണ്. കേവലം BJPക്ക് തന്നെ ഒറ്റയ്ക്ക് പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയാണുള്ളത്. അത് വളരെ വ്യക്തമാണ്. ലീഡ് നില സൂചിപ്പിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ ഈ
ഏകനാഥ് ഷിൻഡെ ശിവസേന വിഭാഗം അവർ BJPക്ക് ഒപ്പം ഉറച്ചു നിൽക്കുന്നു. അവർക്കും കാര്യമായ രീതിയിൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കമുള്ള 29 കോർപ്പറേഷനുകളിലും BJPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റെങ്കിൽ തൊട്ടടുത്ത് രണ്ടാമതായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, അത് ഈ ഏകനാഥ് ഷിൻഡെ ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗമാണ്. അവരുടെ സീറ്റ് നില 200-നോട് അടുത്തിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിന് ഇപ്പോഴും 173 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് നേടാൻ കഴിഞ്ഞത്. അതുപോലെ ശിവസേനയ്ക്ക് 100 എത്താൻ കഴിഞ്ഞിട്ടില്ല ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്. NCPക്ക് ആകട്ടെ അവരും 100-നോട് അടുക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് പറയാം. അവരും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എന്തായാലും ഈ കക്ഷികളെല്ലാം തങ്ങളുടെ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ പറഞ്ഞതുപോലെ മത്സരിച്ചു. പക്ഷേ BJPക്കാണ് ഇപ്പോഴും മഹാരാഷ്ട്ര ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ മുന്നോട്ടുള്ള കുതിപ്പ് അതാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ 2869 സീറ്റുകളിൽ മത്സരം നടന്നപ്പോൾ ഏതാണ്ട് 800-നടുത്ത് സീറ്റുകൾ BJPക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞു. അതുപോലെ 200 സീറ്റുകളിൽ ഈ ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസിന് കേവലം 200 സീറ്റുകൾക്ക് താഴെ 173 ഏറ്റവും ഒടുവിലത്തെ കണക്ക് ലഭിക്കുമ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ഈ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലടക്കം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 100-ൽ താഴെ 96 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. NCP ആകട്ടെ 90 സീറ്റുകളിലും. ഇതാണ് അവിടെ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം.